പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, പരിശുദ്ധാത്മാവിൻ്റെ തിരുനാളിന് വേണ്ടിയും കർത്താവിൻ്റെ സ്വർഗാരോഹണ തിരുനാളിന് വേണ്ടിയും നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മെയ് 14-ാം തീയതിയാണ് കർത്താവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ. മെയ് 24-ാം തീയതിയാണ് പെന്തക്കോസ്ത തിരുനാൾ, 50-ാം തിരുനാൾ. നമ്മൾ അലസമായിട്ട് ചെലവഴിക്കേണ്ട കാലമല്ല. പലരും ഈസ്റ്ററൊക്കെ കഴിയുമ്പോൾ ആ ഉഷാറൊക്കെ കളയും, തപസ്സുകാലത്തിന് ഉഷാറ് കളഞ്ഞ് ഇങ്ങനെ ഉഴപ്പി അങ്ങനെ പോവും. പക്ഷേ ഇത് വളരെ പ്രധാനപ്പെട്ട കാലമാണ്. ഉദ്ധിതൻ ഇറങ്ങി നടക്കുന്ന കാലമാണ്. ഉദ്ധിതൻ നമ്മുടെ കൂടെ ഉണ്ട്. ഉദ്ധിതൻ ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവും. സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നത് 40-ാം ദിവസമാണ്. അപ്പം 40 ദിവസം ഈശോ എവിടെ പോയി? ഈശോ ആ തിരുനാൾ നമ്മൾ ആചരിക്കുമ്പോൾ ഈശോ ഭൂമിയിലുണ്ട് എന്ന് സങ്കല്പിച്ച്. അപ്പോൾ ഈശോയോട് എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഈശോയ്ക്ക് നമ്മുടെ ജീവിതത്തിലൊരു അനുഗ്രഹം തരാൻ പറ്റിയ വിധത്തിൽ നമ്മളൊന്ന് നിന്നു കൊടുക്കണ്ടേ? ഇന്ന് ആ ജനത്തെ അപ്പം വർദ്ധിപ്പിച്ച തീറ്റിപ്പോറ്റത്തക്ക വിധത്തിൽ അവരോട് കരുണ തോന്നിയ കർത്താവ് അതുപോലെ നമ്മുടെ വിഷയങ്ങളിൽ കരുണ തോന്നട്ടെ. 2 കുടുംബങ്ങളെ കണ്ടു വീടില്ലാത്തവർ. അപ്പോൾ അങ്ങനെ എത്രയോ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളിലൊക്കെ കരുണ തോന്നട്ടെ. കർത്താവിന് കൊടുക്കേണ്ട ബഹുമാനവും ആദരവും കൊടുത്താൽ കർത്താവ് നമുക്ക് നൽകും. കാരണം ഈ പ്രത്യാശയും പരിശുദ്ധാത്മാവും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം ഇപ്രകാരമാണ്: പ്രത്യാശ നമ്മൾ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവും പ്രത്യാശയും തമ്മിൽ ബന്ധമുണ്ട്. അപ്പം ലൈഫിലെ തകർച്ചകളിൽ, കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകളിൽ, ജോലിയില്ലാത്ത അവസ്ഥകളിൽ, കടബാധ്യതകളിൽ, ഭവനമില്ലാത്ത അവസ്ഥകളിൽ, മദ്യപാന പ്രശ്നങ്ങളിൽ ഒക്കെ ഒത്തിരി പ്രത്യാശ ഉണ്ടാകട്ടെ. പ്രത്യാശയുടെ അമ്മയായ പരിശുദ്ധ മറിയം ഈ കുർബാനിലുടനീളം നമുക്ക് മാധ്യസ്ഥ്യം വഹിക്കട്ടെ. സഹോദരരെ, ദൈവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരങ്ങളാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു. എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ.
കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. നിഷ്കളങ്ക മാനസങ്ങളുടെ പ്രത്യാശയും പ്രകാശവുമായ ദൈവമേ, അനുയുക്തമായ പ്രാർത്ഥന അങ്ങേക്ക് സമർപ്പിക്കാനും പ്രഘോഷണ വരദാനത്താൽ അങ്ങ് എന്നും വാഴ്ത്തിപ്പുകഴ്ത്തുവാനും ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് അക്കാലത്ത് നിയമോപദേഷ്ടാവും സകലർക്കും ആദരണീയനുമായ ഗമാലിയൽ എന്ന ഫരിസേയൻ സംഘത്തിൽ എഴുന്നേറ്റ് നിന്ന് അപ്പോസ്തലന്മാരെ കുറച്ച് സമയത്തേക്ക് പുറത്തു നിർത്തുവാൻ ആവശ്യപ്പെട്ടു. അനന്തരം അവൻ പറഞ്ഞു, ഇസ്രായേൽ ജനങ്ങളെ, ഈ മനുഷ്യരോട് എന്ത് ചെയ്യാമെന്ന് തീരുമാനിക്കുമെന്നത് സൂക്ഷിച്ചു വേണം. കുറേ നാളുകൾക്ക് മുമ്പ് താൻ ഒരു വലിയവനാണെന്ന ഭാവത്തിൽ തെവോദാസ് രംഗപ്രവേശനം ചെയ്തു. ഏകദേശം 400 പേർ അവൻ്റെ കൂടെ ചേർന്നു. എന്നാൽ അവൻ വധിക്കപ്പെടുകയും അവൻ്റെ അനുയായികൾ ചിതറുകയും നാമാവിശേഷമാകുകയും ചെയ്തു. അനന്തരം കാനേശുമാരുടെ കാലത്ത് ഗലീലയനായ യൂദാസ് പ്രത്യക്ഷപ്പെട്ട് കുറേ പേരെ ആകർഷിച്ച് അനുയായികളാക്കി. അവനും നശിച്ചുപോയി. അനുയായികൾ തൂത്തെറിയപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ആളുകളിൽ നിന്നും അകന്നു നിൽക്കുക, അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കുക. കാരണം ഈ ആലോചനയും ഉദ്യമവും മനുഷ്യരിൽ നിന്നാണെങ്കിൽ പരാജയപ്പെടും, മറിച്ച് ദൈവത്തിൽ നിന്നാണെങ്കിൽ അവരെ നശിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. മാത്രമല്ല, ദൈവത്തെ എതിർക്കുന്നവരായി നിങ്ങൾ എണ്ണപ്പെടുകയും ചെയ്യും. അവർ അവൻ്റെ ഉപദേശം സ്വീകരിച്ചു. അവർ അപ്പോസ്തലന്മാരെ അകത്ത് വിളിച്ച് പ്രഹരിച്ചതിനു ശേഷം യേശുവിൻ്റെ നാമത്തിൽ സംസാരിച്ചു പോകരുതെന്ന് കൽപ്പിച്ചു. അവരെ വിട്ടയച്ചു. അവരാകട്ടെ യേശുവിൻ്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കുവാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിൻ്റെ മുമ്പിൽ നിന്നും പുറത്തുപോയി. എല്ലാ ദിവസവും ദേവാലയത്തിൽ വെച്ചും ഭവനം തോറും ചെന്നും യേശുവാണ് ക്രിസ്തുവെന്ന് പഠിപ്പിക്കുന്നതിലും പ്രസംഗിക്കുന്നതിൽ നിന്നും അവർ വിരമിച്ചില്ല. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു, ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു. കർത്താവിൻ്റെ ആലയത്തിൽ വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ ആലയത്തിൽ വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ പ്രകാശവും രക്ഷയുമാണ്. ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവ് എൻ്റെ ജീവിതത്തിന് കോട്ടയാണ്. ഞാൻ ആരെ പേടിക്കണം? ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു, ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു. കർത്താവിൻ്റെ ആലയത്തിൽ വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ ആലയത്തിൽ വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു, ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു, കർത്താവിൻ്റെ മാധുര്യം ആസ്വദിക്കാനും കർത്താവിൻ്റെ ആലയത്തിൽ അവിടുത്തെ ഹിതം ആരായാനും വേണ്ടി ജീവിതകാലം മുഴുവൻ അവിടുത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ. ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു, ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു. കർത്താവിൻ്റെ ആലയത്തിൽ വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ ആലയത്തിൽ വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
ജീവിക്കുന്നവരുടെ ദേശത്ത് കർത്താവിൻ്റെ നന്മ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ. ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ. ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു. കർത്താവിന്റെ ആലയത്തിൽ വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ ആലയത്തിൽ വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. കർത്താവ് നിങ്ങളോട് കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് യേശു തിബേരിയാസ് എന്നുകൂടി വിളിക്കപ്പെടുന്ന ഗലീലി കടലിന്റെ മറുകരയിലേക്ക് പോയി. വലിയ ഒരു ജനക്കൂട്ടം അവൻ അനുഗമിച്ചു. കാരണം രോഗികളിൽ അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ അവർ കണ്ടിരുന്നു. യേശു മലയിലേക്ക് കയറി ശിഷ്യന്മാരോടുകൂടെ അവിടെ ഇരുന്നു. യഹൂദരുടെ പെസഹ തിരുനാൾ അടുത്തിരുന്നു. യേശു കണ്ണുകൾ ഉയർത്തി വലിയൊരു ജനത തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടു. അവൻ പീലിപ്പോസിനോട് ചോദിച്ചു, ഇവർക്ക് ഭക്ഷിക്കാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും? അവനെ പരീക്ഷിക്കാനാണ് യേശു ഇങ്ങനെ ചോദിച്ചത്. എന്ത് ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു. പീലിപ്പോസ് മറുപടി പറഞ്ഞു, ഓരോരുത്തർക്കും അല്പം വീതം കൊടുക്കാൻ 200 ധനാറയ്ക്കുള്ള അപ്പം പോലും തികയുകയില്ല. ശിഷ്യന്മാരിൽ ഒരുവനും ശിമയോൻ പത്രോസിൻ്റെ സഹോദരനുമായ അന്ത്രയോസ് അവനോട് പറഞ്ഞു, 5 ബാർലിയപ്പവും 2 മീനും കൈവശമുള്ള ഒരു കുട്ടി ഇവിടെ ഉണ്ട്. എന്നാൽ ഇത്രയും പേർക്ക് അത് എന്തുണ്ട്? യേശു പറഞ്ഞു, ആളുകളെല്ലാം ഭക്ഷണത്തിനിരുത്തുവൻ. ആ സ്ഥലത്ത് പുല്ല് തഴച്ചു വളർന്നിരുന്നു. 5000-ഓളം വരുന്ന പുരുഷന്മാർ അവിടെ ഇരുന്നു. അനന്തരം യേശു അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് വിതരണം ചെയ്തു. അതുപോലെ തന്നെ മീനും വേണ്ടത്ര നൽകി. അവർ ഭക്ഷിച്ച് തൃപ്തരായപ്പോൾ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഒന്നും നഷ്ടപ്പെടാതെ മിച്ചമുള്ള കഷണങ്ങളെല്ലാം ശേഖരിക്കുവൻ. 5 ബാർലിയപ്പത്തുനിന്ന് ജനങ്ങൾ ഭക്ഷിച്ചതിന് ശേഷം മിച്ചം വന്ന കഷണങ്ങൾ 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു. അവൻ പ്രവർത്തിച്ച അടയാളം കണ്ട ജനങ്ങൾ പറഞ്ഞു, ലോകത്തിലേക്ക് വരാനിരുന്ന പ്രവാചകൻ സത്യമായും ഇവനാണ്. അവർ വന്ന് തന്നെ രാജാവാക്കാൻ വേണ്ടി ബലമായി പിടിച്ചു കൊണ്ടുപോകാൻ ഭാവിക്കുന്നു എന്ന് മനസ്സിലാക്കിയ യേശു വീണ്ടും തനിയെ മലമുകളിലേക്ക് പിന്മാറി. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ ക്രിസ്തുവേ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകണം, ഇന്നത്തെ ഈ വായനയ്ക്ക് മുമ്പുള്ള പ്രാർത്ഥനയിലുള്ളൊരു വാക്കാണ് പ്രത്യാശ. ഇനി പ്രതിവചന സങ്കീർത്തനത്തിൽ അത് കർത്താവിൽ ആശ്രയം എന്ന് പറയുന്ന 27-ാം സങ്കീർത്തനമാണ്. പ്രത്യാശയെക്കുറിച്ചാണത് പറയുക. അത് 14-ാമത്തെ വചനം അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ്, കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. നിങ്ങൾക്ക് ഓർക്കാൻ സുഖമുള്ള 2 വചനങ്ങൾ പരിശുദ്ധാത്മാവും
പ്രത്യാശയും തമ്മിൽ നല്ല ബന്ധമുണ്ട്. ഞാൻ ആമുഖത്തിൽ വായിച്ച വചനഭാഗം റോമ 5:5 ഓർക്കാൻ സുഖമാണ്. റോമ 5:5, ഗലാത്യ 5:5 ഇത് രണ്ടും പരിശുദ്ധാത്മാവ് പ്രത്യാശ എന്ന വാക്കുകളെ വന്നിരിക്കുന്ന വചനങ്ങളാണ്. റോമ 5:5 ഇപ്രകാരമാണ്: പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ഇനി ഗലാത്യ 5:5 ഇപ്രകാരമാണ്: ഞങ്ങളാകട്ടെ പരിശുദ്ധാത്മാവിലൂടെ വിശ്വാസം വഴി നീതി ലഭിക്കുമെന്ന പ്രത്യാശയോടെ കാത്തിരിക്കുന്നു. ഗലാത്യ 5:5, റോമ 5:5 വചനം പഠിക്കുന്നത് നല്ലതാണ്. ചിലപ്പോൾ ഈ വചനമൊക്കെ പഠിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ വളരെ വിഷമഘട്ടങ്ങളിലെല്ലാം പ്രത്യാശ കൊണ്ട് തമ്പുരാൻ നിറയ്ക്കും. അതാണ് വചനത്തിൻ്റെ ശക്തി. അതാണ് വചനം അങ്ങനെ അത്ര പ്രാധാന്യം കൊടുക്കാതെ വില കൊടുക്കാതെ നിൽക്കുന്നവരെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ലോകത്തിലെ പലയിടത്തും അലഞ്ഞിട്ടും കിട്ടാത്ത ആശ്വാസം ദൈവത്തിനേ തരാൻ പറ്റൂ. ദൈവത്തിൻ്റെ വചനത്തിന് നിങ്ങൾ അനുഗ്രഹിക്കാൻ സാധിക്കും. അപ്പോൾ ഇന്ന് ഈശോ തന്നെ പറയുകയാണ്, പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പീലിപ്പോസിനോട്, 2 വ്യക്തികളാണ്, അവരെപ്പോഴും കൂടെ ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. അതുപോലെ അവർ കൂടെയുള്ള ഒരു വചനഭാഗമാണ് യോഹന്നാൻ 12:22. ഗ്രീക്കുകാർ ഈശോയെ കാണാൻ വേണ്ടി പീലിപ്പോസിനോട് വന്നിട്ട് ചോദിക്കും, നിങ്ങളുടെ ഗുരുവിനെ കാണാൻ സൗകര്യപ്പെടുവോ എന്ന് ചോദിക്കും. അപ്പോൾ പീലിപ്പോസ് എന്നിട്ട് അന്ത്രയോസിനോട് പറയും. അന്ത്രയോസും അവർ 2 പേരും ചേർന്നിട്ടാണ് ഈശോയോട് കാര്യം പറയുന്നത്. അപ്പോൾ ഇന്നത്തെ സുവിശേഷത്തിലും അന്ത്രയോസും പീലിപ്പോസും ഉണ്ട്. ആ കോമ്പിനേഷൻ നല്ലതാണ്. കാരണം പീലിപ്പോസ് ഇത്തിരി പ്രത്യാശ കുറഞ്ഞ ആളാണ്. അതുകൊണ്ടാണ് ഈശോ പറയുമ്പോഴും ഇവർക്കുള്ള ഭക്ഷണം കൊടുക്കാൻ പറയുമ്പോൾ പീലിപ്പോസ് പറയും, 200 ധനാറയ്ക്കുള്ള അത് അപ്പം പോലും ഇത്രയും ജനത്തിന് തികയല. നമുക്കറിയാമല്ലോ, മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്തപ്പോൾ അവർക്കുള്ള കൂലി 1 ധനാറ അത് അവരുടെ കൂലിയാണ്. അപ്പോൾ 200 ധനാറ ഒരു 7 മാസത്തെ ശമ്പളമൊക്കെ ഉണ്ട്. 7-8 മാസത്തെ ശമ്പളമാണത്. 7 മാസത്തെ ശമ്പളം അത് തികയലെന്ന് പറയുക അവർ. അപ്പം പീലിപ്പോസ് ഇങ്ങനെ ജീവിതത്തെ ഇങ്ങനെ നോക്കിക്കാണുന്നയാളാണ്. ജീവിതത്തിലെ കണക്ക് കൂട്ടിക്കിഴിച്ചുമൊക്കെ നോക്കുമ്പോൾ ഒരിടത്തും എത്തുന്നില്ല. നമ്മുടെ അവസ്ഥ അത് തന്നെയാണ്. അപ്പം നമ്മളിങ്ങനെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകും. പക്ഷെ അന്ത്രയോസ്, ഇവർക്ക് 2 പേർക്കും യോഹന്നാന്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ നല്ല അനുഭവങ്ങളുണ്ട്. നഥാനയേലിനോട് പീലിപ്പോസ് പറയുന്നുണ്ട്, ഇങ്ങനെ ഗുരുവിനെ കാണുന്നതിനെക്കുറിച്ച്, ഈശോയെ കാണുന്നതിനെക്കുറിച്ചുള്ള സംസാരം വരുമ്പോൾ വന്നു കാണുക എന്ന് പറയുന്നുണ്ട്. അപ്പം നസറത്ത് നിന്ന് വല്ല നന്മ ഉണ്ടാകുമോ എന്ന് നഥാനയേൽ ചോദിക്കുന്നുണ്ട്. അത് ബർത്തലോമിയാണ് നഥാനയേൽ. അതുപോലെ സ്നാപയോഹന്നാൻ ഈശോ വരുന്നത് കാണുമ്പോൾ ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറയുമ്പോൾ കൂടെ പോയ 2 പേരിൽ ഒരാൾ അന്ത്രയോസ, പത്രോസിൻ്റെ സഹോദരനാണ്. അന്ത്രയോസ് അങ്ങനെ അവർ 2 പേരും കൂടെ ചെല്ലുമ്പോൾ ഈശോ ചോദിക്കും, നിങ്ങൾ എന്തന്വേഷിക്കുന്നു? അപ്പം അതിന് മറുപടി വന്നു കാണുക എന്നൊക്കെയാണ് ഈശോ പറയുന്നത്. അങ്ങനെ പോയി കണ്ട് കൂടെ താമസിച്ച് വീട്ടിൽ വന്ന് പത്രോസിനോട് കണ്ട കാര്യം പറഞ്ഞു, പത്രോസിനെ കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ അനുഭവമുള്ളയാളാണ് അന്ത്രയോസ്. ആ അന്ത്രയോസാണ് ഇന്ന് പറയുന്നത്. ഒരു പ്രത്യാശയുടെ വർത്താനം പറയും, ഇവിടെ ഒരു കുട്ടിയുണ്ട്, 5.2 മീനുമുള്ള ഒരു കുട്ടി ഇവിടെ ഉണ്ട്. ഇങ്ങനെ ഒരു പ്രത്യാശയുടെ വർത്തമാനം പറയുന്നത് അന്ത്രയോസാണ്. അപ്പോൾ ശരിക്കും എനിക്ക് തോന്നുന്നത് ഈ പീലിപ്പോസിനെ പ്രത്യാശ കൊണ്ട് നിറയ്ക്കാൻ വേണ്ടിയിട്ടാകാം പിതാവിനെ കാണിച്ചതാ എന്ന് പറയുന്ന ഒരു വർത്തമാനം കൂടിയുണ്ട്. അത് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 8-ാം വാക്യത്തിലാണ്. അപ്പം ഈശോ പറയും, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, നീ അത് മനസ്സിലാക്കുന്നില്ല, നീ പിന്നെയും ചോദിക്കുന്ന എന്തിനാ പിതാവിനെ കാണിച്ചതാ. അപ്പൊ പീലിപ്പോസിനെ ഒന്ന് മെച്ചപ്പെടുത്തി എടുക്കണം, സുവിശേഷ വേലയ്ക്ക് അയക്കണ്ടേ, കർത്താവിൻ്റെ സുവിശേഷ വേലയ്ക്ക് അയക്കാൻ. അപ്പൊ ഈ പ്രത്യാശ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പരിശുദ്ധാത്മാവിന് നൽകുന്നത് സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ടാണ്, കർത്താവിന് വേണ്ടി ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, കർത്താവിന് സാക്ഷിയാകാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവിന് നൽകുന്നത്. അപ്പൊ പരിശുദ്ധാത്മാവിന് ലഭിക്കുമ്പോൾ അതിൻ്റെ കൂടെ വരേണ്ട ഒരു കാര്യമാണ് പ്രത്യാശ. ജീവിതത്തോട് ഒരു പ്രത്യാശ വേണം, പ്രത്യാശ കൊണ്ട് നിറയണം. പ്രത്യാശയില്ലാത്ത വർത്തമാനങ്ങൾ വരാൻ പാടില്ല, പ്രത്യാശ കൊണ്ട് നിറയണം. ഇന്നത്തെ സുവിശേഷം നമ്മൾ ശ്രദ്ധിക്കുമ്പോഴും ഈശോ നേരത്തെ മനസ്സിൽ കണ്ടിരുന്നു എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. അവരെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. അത് യോഹന്നാൻ 6:6 പരീക്ഷിക്കാൻ വേണ്ടി ചോദിക്കുകയാണ്.
എന്നിട്ട് ഈശോ ഈ അപ്പവും മീനും എടുത്ത് വാഴ്ത്തി അവർക്ക് കൊടുക്കും. എന്നിട്ട് അപ്പം കൊടുത്തു. മീനിനെ കുറിച്ച് പറയാം, മീൻ വേണ്ടത്ര നൽകി, മീനും വേണ്ടത്ര നൽകി എന്നാ പറയുക. മീൻ വേണ്ടത്ര നൽകി. അവർ ഭക്ഷിച്ച് തൃപ്തരായപ്പോൾ 12 കുട്ട നിറയെ ഭക്ഷണം ശേഷിച്ചവ അത് ശേഖരിക്കാൻ വേണ്ടി പറഞ്ഞു. ഇനി അത് 12 കുട്ട നിറയെ ശേഖരിച്ചു എന്ന് പറയുമ്പോൾ ഈശോ പ്ലാൻ ചെയ്ത, ഈശോയ്ക്ക് എന്തു ചെയ്യണമെന്ന് അറിയാമായിരുന്നു. അപ്പോൾ ഈശോ ഇങ്ങനെ ചെയ്യാൻ കഴിവുള്ള ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കാനാണ് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത്. പ്രത്യാശ കുറഞ്ഞ പീലിപ്പോസിനെ ഒന്ന് കൂടെ നിർത്തി, പ്രത്യാശ അല്പം കൂടി ഉള്ള അന്ത്രയോസിനെ കൊണ്ട് കൂടെ നിർത്തി, പ്രത്യാശയില്ലാത്ത പീലിപ്പോസിലെ പ്രത്യാശ നിറച്ച് അങ്ങനെ പരിശുദ്ധാത്മാവിനെ നൽകി സുവിശേഷ വേലയ്ക്ക് അയക്കാൻ വേണ്ടിയിട്ടാണ്, കർത്താവിന് വേണ്ടി മരിക്കാൻ വേണ്ടിയിട്ടാണ്, കർത്താവിന് രക്തസാക്ഷിയാകാൻ വേണ്ടിയിട്ടാണ്, കർത്താവിന് വേണ്ടി ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ജീവിതത്തിൻ്റെ കഠിനമായ യാഥാർത്ഥ്യങ്ങളിൽ മറുതലിക്കാതെ കർത്താവിനോടുകൂടെ ജീവിക്കാൻ വേണ്ടിയ പ്രത്യാശ. കർത്താവ് അത് ചെയ്യും, വേണ്ടത്ര നൽകും, വേണ്ടത്ര നൽകാൻ കഴിവുള്ളവനാണ് ദൈവം, വേണ്ടത്ര നൽകും. ഇനി 12 കുട്ട നിറയെ ബാക്കി വരത്തക്ക വിധത്തിൽ നിന്നെ തൃപ്തിപ്പെടുത്താൻ കഴിവുള്ളവനാണ് ദൈവം. നീ അതുകൊണ്ട് ഇതിനിടയ്ക്ക് നീ നിരാശപ്പെട്ട് പള്ളിപ്പോക്കെന്ന് നിർത്തിക്കളയരുത്. അങ്ങനെ പള്ളിപ്പോക്ക് നിർത്തിക്കളഞ്ഞൊരു 2 പ്രാവശ്യം അബോഷനായിപ്പോയി. പിന്നെ ഞായറാഴ്ച ആചരണം പോലും മുടക്കിക്കളഞ്ഞു. അപ്പോൾ ഒരു ആരാധന ശുശ്രൂഷയിൽ കർത്താവെ, അങ്ങയുടെ കയ്യിലിരിക്കുന്ന എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന സമ്മാനം, കളിപ്പാട്ടമാകുന്ന സമ്മാനം എനിക്ക് തരണമേ. നീ തന്നില്ലെങ്കിലും കുഴപ്പമില്ല, നീ നിന്റെ കൂടെ ചാടിക്കളിക്കാനുള്ള വിശ്വാസത്തിൽ, അങ്ങനെ പ്രത്യാശയിൽ അങ്ങനെ നിന്റെ കൂടെ നിൽക്കാനായിട്ടുള്ള കൃപയെങ്കിലും എനിക്ക് തരണമേ എന്ന് പറയുന്ന ഒരു അനുഭവം പങ്കുവെച്ചുകൊണ്ടുള്ളൊരു ആരാധനയിൽ ആ യുവാവ് പങ്കെടുക്കാനിടയായി. വന്ന് പറഞ്ഞു. പിന്നെ തുരുതുരാ കുഞ്ഞുങ്ങൾ, 2 കുഞ്ഞുങ്ങൾ ആ കുടുംബത്തിൽ ജനിച്ചു. മറുതലിക്കരുത്, കർത്താവിന് ഉപേക്ഷിച്ച് കളയരുത്, ഞായറാഴ്ച ആചരണം മുടക്കരുത്, പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ലെന്ന് വിചാരിക്കരുത്. നിന്നെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, നീ വിശ്വാസത്തിൽ നിലനിൽക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. നീ നിന്റെ പ്രത്യാശ കൈവെടിഞ്ഞ് ദുരാചാരത്തിൽ പോകരുത്, അത് കർത്താവ് സഹിക്കില്ല. നിന്നെ രക്ഷിക്കാൻ കഴിവുള്ളവൻ, വേണ്ടത്ര നൽകാൻ കഴിവുള്ളവൻ, 12 കുട്ട നിറയെ ബാക്കി ശേഖരിക്കാൻ കഴിവുള്ളവൻ, നേരത്തെ എന്ത് ചെയ്യണമെന്ന് മനസ്സിൽ കരുതുന്നവന് നിന്റെ ജീവിതത്തെക്കുറിച്ചൊരു പദ്ധതി ഉണ്ട്. പക്ഷെ നീ താമസം വരുന്നത് കണ്ട് നീ പോയി ദുരാചാരത്തിൽ പിടിക്കരുത്, അത് കർത്താവിന് സഹിക്കില്ല. കർത്താവ് പാടുപെട്ട് കഷ്ടപ്പെട്ട് ശരീരം മുഴുവൻ മുറിഞ്ഞ് നിനക്ക് വേണ്ടി മരിച്ച് നേടിത്തന്ന രക്ഷ, ആ രക്ഷകനെ വിട്ട് നീ പോകാൻ പാടില്ല. ലോകത്തൊരാൾക്കും നിന്നെ ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റുകയില്ല. ഇപ്പൊ ദുരാചാരം, ചില ആളുകൾ വലിയ തെറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെ വന്ന് പ്രാർത്ഥിക്കും, ആരാധന ചാപ്പലിൽ പോയി പ്രാർത്ഥിക്കും, കുമ്പസാരിക്കും, കുർബാന സ്വീകരിക്കും, മരിയൻ അൾത്താരയുടെ മുമ്പിൽ പോയി മാതാവിൻ്റെ അത്ഭുത സ്വരൂപത്തിന് മുമ്പിൽ പോയി പ്രാർത്ഥിക്കും. കുറച്ചുകൂടി ആരോഗ്യമുള്ളവരെ മുട്ടിനിറങ്ങി കർത്താവിൻ്റെ വേദന ശരീരത്തിൽ ഏറ്റെടുത്ത് കർത്താവിനോടുകൂടെ സഹിച്ചു പ്രാർത്ഥിക്കും. എന്നിട്ട് അറിയാതെ ചിലപ്പോൾ ചരട് കെട്ടുകയോ തൂവാല കെട്ടുകയോ താഴ്ത്തു പൂട്ടുകയോ ഒക്കെ ചെയ്യും. അറിയാതെ വല്ലവരൊക്കെ പറഞ്ഞിട്ട്, മുതിർന്ന ചില മാതാപിതാക്കള് അറിവില്ലാതെ പറഞ്ഞ് നിർബന്ധിച്ച് ചെയ്യിക്കും, മുടിയൊക്കെ വടിക്കും. എന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവസാനം ക്രെഡിറ്റ് മുടിവടിക്കലിനും താഴിനും താക്കോലിനും ചരടിനും തൂവാലയ്ക്കും കൊടുത്താൽ, ഇങ്ങനെ പിന്നാമ്പുറത്ത് നിനക്ക് പ്രത്യാശ നൽകാനും നിനക്ക് വേണ്ടത്ര നൽകാനും നിനക്ക് അനുഭവങ്ങൾ തരാനും നിന്റെ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യണമെന്ന് നേരത്തെ മനസ്സിൽ കരുതി വെച്ചിരിക്കുന്ന തമ്പുരാന്, നിനക്ക് വേണ്ടി പാടുപിടകളേറ്റ് മരിച്ച തമ്പുരാന് കൊടുക്കേണ്ട ബഹുമതിയും ആദരവും നീ ഒരു പ്രയോജനമില്ലാത്ത, ഉപകാരമില്ലാത്ത ചരടിനും തൂവാലയ്ക്കും മുടിപടിക്കലെന്ന ദുരാചാരത്തിനും തേങ്ങാമുറി താലത്തിൽ കൊണ്ടു നടക്കുന്ന ദുരാചാരത്തിനും ഒക്കെ കൊടുത്താൽ തമ്പുരാൻ സഹിക്കില്ല. അതാണ് പ്രത്യാശയുള്ള മക്കൾ കാത്തിരിക്കും. അതാണ് പ്രത്യാശ. അബ്രഹാത്തോട് പറഞ്ഞു കുട്ടിയെ ബലി കൊടുക്കാൻ. വാർദ്ധക്യത്തിൽ ഉണ്ടായതാണ്, വാർദ്ധക്യത്തിൽ 100-ാം വയസ്സിൽ ഉണ്ടായ കുഞ്ഞാണ്. ഇസ്മായേലിന് 13 വയസ്സുള്ളപ്പോഴാണ് ഇസാക്ക് ഉണ്ടാകുന്നത്, വാഗ്ദാനത്തിലുണ്ടാകുന്ന കുഞ്ഞ്. അപ്പോൾ ആ കുഞ്ഞിനെ ബലി കൊടുക്കാൻ പറയുമ്പോൾ അബ്രഹാം, ദൈവമേ, ഞാൻ ആറ്റുനോറ്റ് കാത്തിരുന്ന കുഞ്ഞാണ്, അതിനെ കൊടുക്കാൻ പറയുന്നു. ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ ദൈവം ഇടപെടുന്ന ദൈവമാണ്. ഉൽപ്പത്തി 22:12 കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത്,
അങ്ങനെ ഇടപെടുന്ന ദൈവം. അവസാന നിമിഷം, നീ അവസാന നിമിഷം വരെ കാത്തിരിക്കുന്നില്ല. ഇത് അറിയാവുന്നത് കൊണ്ടാണ് ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കെന്ന് നിറവേറട്ടെ എന്ന് പറഞ്ഞ് എളിമയോടുകൂടെ മറിയം നിന്നുകൊടുത്തത്. നിനക്ക് അതിനൊന്നും സമയമില്ല. നീ വേണ്ടുന്ന നേരത്തൊക്കെ ഒരു കണ്ടീഷനും ഇല്ലാതെ, പ്രിയ പൈതലേ, ഞാൻ നിനക്ക് വേണ്ടി മരിക്കാം, നീ എന്തെങ്കിലും എനിക്ക് വേണ്ടി ചെയ്യോ എന്ന് ചോദിച്ചിട്ടല്ല ഈശോ നിനക്ക് വേണ്ടി മരിച്ചത്. ഒരു കണ്ടീഷനും ഇല്ലാതെ മരിച്ച ദൈവത്തിന് മുമ്പിൽ നീ ലൊട്ടിലൊടുക്ക് നേർച്ചകൾ നേർന്ന് നടക്കുക. മുടി പഠിച്ചോളാം, അത് കെട്ടിക്കോളാം, ഇത് ചെയ്തോളാം, പള്ളിക്കുമുറ്റ് നടന്നോളാം, ഇങ്ങനെ ലൊട്ടിലൊടുക്ക് നേർച്ചകൾ നേർന്ന് നീ നിന്റെ തമ്പുരാന് കണ്ടീഷൻ വെച്ച് പരീക്ഷിക്കുക. ദൈവത്തിന്റെ കൃപ നിറഞ്ഞവളെ എന്ന് വിളിക്കപ്പെട്ടവൾ ദൈവത്തിനു മുമ്പിൽ നിലനിന്നുകൊണ്ട് താഴ്മയോടെ നിന്നുകൊണ്ട്, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കിന് നിറവേറട്ടെ. പറഞ്ഞോ, അങ്ങ് പറഞ്ഞോ, ഞാൻ ചെയ്തോളാം, ഞാനൊന്നും പറയാനില്ല, എനിക്കൊന്നും പറയാനില്ല, അങ്ങ് പറഞ്ഞോ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് മറിയം നിൽക്കുമ്പോൾ, ആ മറിയത്തിന്റെ പള്ളി വന്നിട്ട് മറിയം എനിക്ക് ബഹുമാനപ്പെട്ട ഒരാളാണെന്ന് കണ്ടിട്ട് മറിയത്തെ ബഹുമാനിക്കാൻ കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് കാശ് മുടക്കി വന്നിട്ട് മറിയത്തിന്റെ ഈ പ്രത്യാശ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നില്ലെങ്കിൽ, പ്രത്യാശയും പരിശുദ്ധാത്മാവും പെന്തക്കോസ്ത തിരുനാളിന് ഒരുങ്ങുമ്പോൾ ഈ പ്രത്യാശ നമുക്ക് വേണം. അതുകൊണ്ടാണ് സങ്കീർത്തനം 147 പറയുന്നത്, തന്നെ ഭയപ്പെടുകയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിലാണ് കർത്താവ് പ്രസാദിക്കുന്നത്. പ്രത്യാശ വയ്ക്കുന്നവരിലാണ് കർത്താവ് പ്രസാദിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്ന ഒരു സൂപ്പർ വചനമുണ്ട്, ചിലപ്പോൾ നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നൊരു വചനമായിരിക്കും. 2 മക്കബായർ 8:18 കുറിച്ചിട്ട മനസ്സിൽ. 2 മക്കബായർ 8:18 അവൻ വീണ്ടും പറഞ്ഞു, അവർ ആയുധത്തിലും സാഹസകൃത്യങ്ങളിലും ആശ്രയിക്കുന്നു, നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലീചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. ഇങ്ങനെ വിരൽ കൊണ്ടൊന്ന് ഞൊടിച്ചാൽ അങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. അങ്ങനെ പ്രത്യാശ ഉണ്ടാകട്ടെ. ഈ തപസ്സുകാലമൊക്കെ കഴിഞ്ഞ് ഈ പെസഹ കാലത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ, തപസ്സുകാലത്ത് എങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ചോ, പരിഹാരമൊക്കെ ചെയ്ത് ഉപവസിച്ച് എന്തൊരു ആശ്രയമായിരുന്നു. ഈ പെസഹ കാലഘട്ടത്തിൽ അതുപോലെ ദൈവത്തെ ആശ്രയിക്കട്ടെ. ഉദ്ധിതൻ ഇറങ്ങി നടക്കുന്ന കാലമാണ്. എന്തിനാണ്? നിന്നെ പരീക്ഷിക്കാൻ വേണ്ടി, എന്നിട്ട് നിനക്ക് പരിശുദ്ധാത്മാവിനെ തരാൻ വേണ്ടി, പ്രത്യാശ കൊണ്ട് നിറയ്ക്കാൻ വേണ്ടി. ഉദ്ധിതൻ ഇറങ്ങി നടക്കുന്ന ഈ കാലയളവിൽ, പരിശുദ്ധാത്മാവിന് വേണ്ടി ഒരുങ്ങുന്ന ഈ കാലയളവിൽ മറിയത്തോടൊപ്പം പ്രാർത്ഥിച്ച് നമുക്ക് ഒരു പരിശുദ്ധാത്മാ അഭിഷേകം നിറയാം. ഒന്നും ചോദിക്കണ്ട, ഈ ലോകത്തൊന്നും നിങ്ങൾ ചോദിക്കണ്ട, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ താ എന്ന് പറഞ്ഞാൽ മതി. പരിശുദ്ധാത്മാവിനെ കിട്ടിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ തൃപ്തി ഉണ്ടാവും. അങ്ങനെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവളാണ് ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്ന് നിറവേറട്ടെ എന്ന് പറഞ്ഞത്. അങ്ങനെ പന്നിക്കൂട്ടിൽ കിടന്നപ്പോൾ പരിശുദ്ധാത്മാവ് പാപബോധം കൊടുത്തപ്പോൾ അപ്പോൾ അവന് സുബോധമുണ്ടായി. ലൂക്ക 15:17 ആ മകനാണ് വീട്ടിൽ വന്നിട്ട് ഒന്നും ചോദിച്ചില്ല, അപ്പാ തെറ്റിപ്പോയി എന്ന് മാത്രം പറഞ്ഞത്. അങ്ങനെ ദൈവത്തെ സ്വത്തായി കാണാനും സ്വർഗത്തിന്റെ സമ്പത്ത്, റോമ 10:12 സ്വർഗത്തിന്റെ സമ്പത്ത് കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവിടുന്ന് സ്വർഗത്തിന്റെ സമ്പത്ത് പരിശുദ്ധാത്മാവിനെ വർഷിക്കുന്നു. അങ്ങനെ ലഭിക്കട്ടെ. പ്രത്യാശ വെടിയാതെ പാരിന്നതീശന് പുൽക്കൂട്ടിലന്നു നീ ജന്മമേകി. പ്രത്യാശ വെടിയാതെ പാരിന്നതീശന് പുൽക്കൂട്ടിലന്നു നീ ജന്മമേകി. പ്രത്യാശയറ്റിന്ന് ക്ലേശം വഹിക്കുന്ന മർത്യനു പ്രത്യാശ തീരമാകും. മർത്യനു പ്രത്യാശ തീരമാകൂ. ജപമാലരാജ്ഞി കൃപയേകിടേണേ. ജപമാലയേന്തി വരും നിന്റെ മക്കൾ തവ നാമ ജപകീർത്തനം പാടിയെന്നും തവ മുൻപിൽ പ്രണമാഞ്ജലിയുമായി നിൽക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയമേ, പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായ പ്രത്യാശ, ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന യാഥാർത്ഥ്യങ്ങളിലും കഷ്ടപ്പാടുകളിലും ദുരിതങ്ങളിലും അങ്ങനെ പ്രത്യാശയുള്ള മക്കളെ പോലെ ജീവിക്കാൻ
സക്കറിയ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 12-ാം വാക്യത്തിൽ പ്രത്യാശയുടെ തടവുകാരെ നിങ്ങളുടെ രക്ഷാദുർഗത്തിലേക്ക് മടങ്ങിപ്പോകുമെൻ, നിങ്ങൾക്ക് ഇരട്ടി മടക്കിത്തരുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. പ്രത്യാശയുടെ തടവുകാരെ, നിങ്ങളുടെ രക്ഷാദുർഗത്തിലേക്ക്, ഈശോയിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോകുവിൻ, നിങ്ങൾക്ക് ഇരട്ടി മടക്കിത്തരുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. പരിശുദ്ധ മറിയമേ, ഇരട്ടി കിട്ടുന്ന അനുഭവം, 12 കൊട്ടം നിറയെ ശേഖരിക്കുന്ന അനുഭവം, മിച്ചമുള്ളവ ബാക്കിയുള്ളവ ശേഖരിച്ച് അങ്ങനെ അതും കൊണ്ട് ജീവിക്കുന്ന അനുഭവം, വേണ്ടത്ര മീനും കിട്ടി തൃപ്തിപ്പെടുന്ന അനുഭവം. പരിശുദ്ധമ്മേ, അങ്ങനെ ഉണ്ടാകാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ. ആമേൻ. ആനന്ദത്തോടിവ സ്വീകരിച്ചോടെ ആശീർവദിക്കും തമ്പുരാനേ. അപ്പോഴും കർത്താവേ എങ്ങനെയായിരുന്നു ആനന്ദത്തോടിവ സ്വീകരിച്ചോടെ ആശീർവദിക്കും തമ്പുരാനേ. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാവട്ടെ. കർത്താവേ, അങ്ങേ കുടുംബത്തിന്റെ കാണിക്കകൾ കാരുണ്യപൂർവ്വം സ്വീകരിക്കണമേ. അങ്ങനെ അങ്ങ് സംരക്ഷണത്തിന്റെ സഹായത്താൽ സ്വീകരിച്ചവ ഞങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കാനും നിത്യമായ ദാനങ്ങളിലേക്ക് എത്തിച്ചേരുവാനും ഇടയാകുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ ഞങ്ങൾ ഉയർത്തുവിൻ. കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, എല്ലാ കാലത്തും വിശിഷ്യ ഞങ്ങളുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ട ഈ കാലയളവിൽ അങ്ങയെ മഹാമഹിമയോടെ ഏറ്റുപറയുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അവിടുന്നാണ് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന യഥാർത്ഥ കുഞ്ഞാട്. അവിടുന്ന് മരിച്ചുകൊണ്ട് ഞങ്ങളുടെ മരണം സംഹരിക്കുകയും ഉത്ഥാനം ചെയ്തുകൊണ്ട് ജീവൻ പുനരുദ്ധരിക്കുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവ് ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ
ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേക്കും ധന്യരുമായി ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായ പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്ക് ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഊറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസ
വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നു. അങ്ങേ വരവിങ്ങൾ പ്രത്യാപിക്കുന്നു. അങ്ങേ ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങളങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ കത്തോലിക്ക തിരുസഭയെ അങ്ങ് ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയങ്ങ് സ്നേഹത്തിൻ്റെ പരിപൂർണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമുക്ക് എഴുന്നേൽക്ക്. നമ്മുടെ കർത്താവ് പഠിപ്പിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ചു ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺപാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനവും സംരക്ഷണവും എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം ക്രിസ്തുവിൻ്റെ സമാധാനം ആശംസിക്കുവൻ.
ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിലെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിച്ചാൽ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിരന്തര കാരുണ്യത്താൽ വീണ്ടെടുത്തവരെ കാത്തുപരിപാലിക്കണമേ. അങ്ങനെ അങ്ങേപുത്രന്റെ പീഡാസഹനത്താൽ രക്ഷിക്കപ്പെട്ടവർ അവിടുത്തെ ഉത്ഥാനത്തിൽ ആനന്ദിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. നിങ്ങളോട് കൂടെ ഈശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലി പങ്കെടുക്കുന്ന എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലന് നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യ മാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവാൻ ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.